मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കുതിരയെ നീക്കണമെന്നാ എനിക്ക് തോന്നുന്നേ. അതിലും നല്ലത് ആനയെ നീക്കുന്നതായിരിക്കും. പടയാളികളെ തന്ത്രപൂർവ്വം നീക്കിയാൽ കളി ജയിക്കും നീ. അയാള് പറഞ്ഞത് ശരിയാണ്. അല്ല, പക്ഷെ ഇയാൾ ആരാണ്? കൂടാതെ ഇത്രയും നല്ലൊരു ഐഡിയ നമുക്ക് എന്തിനാണ് ഇയാൾ പറഞ്ഞു തന്നത്? നിങ്ങൾ ആരാണ്? അകത്തേക്ക് എന്തിനാ വന്നത്? അഥവാ മൊബൈൽ നീ തലയുടെ അടുത്ത് വെച്ച് കിടന്നാൽ അതിന് നീ അഡിക്റ്റ് ആവും. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നീ നന്നായി പാടിയാൽ സെലക്ട് ആവും. ഹായ്, മൈ നെയിം ഈസ് ഗോട്ടിയറ. എനിക്കിത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് സംസാരിക്കേ. അപരിചിതരെ അങ്ങനെ വീട്ടിലെ സോഫയെ കയറി ഇരുന്ന് സംസാരിക്കണ്ട. സ്വന്തം പേഴ്സിൽ നിന്ന് മറ്റൊരാളുടെ പൈസയാണ് പുറത്തു വരുന്നതെങ്കിൽ കള്ളനാണ് നിങ്ങൾ. ഞാൻ തന്നെത്താനെ കളിച്ചോളാം നിങ്ങളുടെ ഈ വീട്ടിൽ. കാരണം ബോറന്മാരാണ് നിങ്ങൾ. നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. അതിന് ഞാൻ ഒളിച്ചിട്ടേ ഇല്ലല്ലോ. കബഡി 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 കബഡി. ഇതിന് നിനക്ക് പണിഷ്മെന്റ് തരേണ്ടി വരും. കാരണം നീ തോറ്റതാണ്. അയ്യോ, തത്ത ഇതാ തല്ലിയുന്ന ഒരാടിനെ. ഞാൻ വെറുക്കുന്നു ഈ വീടിനെ. കണ്ണിന്റെ താഴെ കറുത്തിരിക്കുന്നു, കൺപോളകൾ തടിച്ചിരിക്കുന്നു. എന്റെ കൂടെ കളിക്കൂ, എനിക്ക് കളിക്കുന്നത് ഇഷ്ടമാണ്. സച്ചിൻ 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 സച്ചിൻ. അത് ശരി, നീ എന്തുകൊണ്ടാണ് നിന്റെ ഫാൻസിന്റെ അടുത്ത് കളിക്കാതിരിക്കുന്നത്? ഒരു പരുന്ത് കാരണം. അവന്റെ പേര് പരുന്തരുൺ. അവൻ വിചാരിക്കുന്നത് നഗരത്തിലെ സ്മാർട്ട് ആയിട്ടുള്ള ഗുണ്ട അവനാണെന്നാണ്. സത്യം പറഞ്ഞ അവൻ വലിയൊരു ഗുണ്ട തന്നെയാ. ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ സമ്മതിക്കാറില്ല. ഞങ്ങളെ റാഞ്ചി എടുത്ത് അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയിടും. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കളികളും മുടങ്ങി. ഫോൺ ചാർജ് ഇടുന്ന സമയത്ത് അഥവാ സ്വിച്ച് ഓൺ ചെയ്തില്ലെങ്കിൽ വിഡ്ഢിയാണ് നിങ്ങൾ. നീ അതോർത്ത് വിഷമിക്കണ്ട. നിന്റെ ഗ്രൗണ്ട് ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചു തരും. സംശയമുണ്ടോ? അതെ, നമുക്ക് ഗോട്ടിയോ റാമിനെ തീർച്ചയായിട്ടും സഹായിക്കണം. വരൂ, നമുക്ക് ആ പരുന്തരുണിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കണം. ഈ ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായില്ലോ? ചോദിച്ചത് കേട്ടില്ലടാ. അതും ഈ പരുന്തരുണിന്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തനെ പോലും ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓടറാ, വേഗം ഓടറാ, എല്ലാം ഓടിക്കോ. അഥവാ എനിക്കിവിടെ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പേര് വക്രം ഖാൻ എന്നായിരിക്കില്ല. താഴെ കിട്ടേക്ക്, അല്ലെങ്കിൽ എന്റെ പേര് വക്രം ഖാൻ എന്നൊന്നും അല്ല. അയ്യോ, ഞാൻ നിന്നെ വെറുതെ മണ്ടനാക്കിയതാ. ഇനി നീ അവിടെ തന്നെ കിടന്നു. ഐഡിയ. അതെ, നല്ല ഐഡിയയാണ്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. കാരണം അവന്റെ കയ്യിലെ നഖം വളരെ ഷാർപ്പാണ്. ഇതുവരെ സഹായിക്കാനുള്ള ഐഡിയയാണ്. ഗോട്ടിയോ റാമിനെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വിടാം. പരുന്തരുൺ അവനെ റാഞ്ചി കൊണ്ടുപോകാൻ വരുമ്പോ നമുക്ക് അവനെ പിടിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഫൂളാണ് നിങ്ങൾ. എന്നെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന വെറും ഫൂൾ. ഞങ്ങൾ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി നീ അല്പം ഒന്ന് സഹിച്ചുകൂടെ? നോക്ക്, ചിലപ്പോ ഇതിന് ശേഷം ആരുടെ ഹെൽപ്പിന്റെ ആവശ്യം നിനക്ക് വരില്ല. ഓക്കേ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഓടിക്കോളാം.
1 2 3 4. ഇതാരാ വീണ്ടും ഗ്രൗണ്ടില്? ഈ നഗരം എന്റെ പേര് കേട്ടാലേ വിറയ്ക്കും. യവനെ ഇന്നൊരു പാഠം പഠിപ്പിക്കണം. അയ്യോ. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ മുമ്പോട്ട് പോടാ. മുമ്പോട്ട് വരാനാ പറഞ്ഞത്. നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറകോട്ട് നോക്കടാ. ഇങ്ങനെ എന്റെ കഴുത്തിൽ ലോക്കിട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാടാ മണ്ട തിരിഞ്ഞു നോക്കുന്നത്? ബോസ് ഓടി വന്നെ രക്ഷിക്ക്. എന്റെ അമ്മേ. ഇനി കുറച്ചു സമയം നമുക്ക് ഊഞ്ഞാലാടി കളിക്കാം അല്ലേ? ഐഡിയ. നല്ല ഐഡിയയാണ്. വാ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇനി അവന്റെ കൈ ചെന്ന് പെടാതിരിക്കുന്ന നല്ലത് കൊച്ചളിയാ. ഒന്നും മിണ്ടാതിരിക്കടാ. ആ പരുന്തരൻ നമ്മളെ തള്ളിയിട്ടിട്ട് പറന്നു പോകും. അവൻ ഇനി പറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അയ്യോ. നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ പപ്പടം പൊടിക്കുന്ന പോലെ നിന്നെ ഞാൻ പൊടിക്കും. എന്താടാ നീയൊക്കെ വീണ്ടും വന്നോ? പോടാ, വേഗം സ്ഥലം വിടാൻ നോക്ക്. അയ്യോ ചേട്ടാ, ചേട്ടനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കാനും പിന്നെ ഈ ആകാശത്തിന്റെ രാജാവിനെ വെൽക്കം ചെയ്യാനും കൂടിയാ വന്നത്. താങ്കൾക്ക് വേണ്ടി ഞങ്ങളൊരു കിരീടം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, ഞാൻ ഇപ്പൊ തന്നെ ഒരു ചെങ്ങാതി വിളിക്കും. എടാ ബോസേ, വേഗം വാടാ. നിൽക്കുന്നവന്മാരനെ ഒരുപാട് തല്ലി. ഞാൻ നിന്നെ ഒരു കാരണവശാലും സഹായിക്കില്ല. വോളിബോൾ കളിക്കുമ്പോൾ നീ എന്താണ് പറയാറ്? എന്റെ ജോലി വെള്ളം കൊണ്ടുവരല് മാത്രമാണെന്ന്. എപ്പോഴും എല്ലായ്പ്പോഴും പിന്നെയും പിന്നെയും നീ എന്നെ കൊണ്ടിങ്ങനെ വെള്ളം കോരിച്ചുകൊണ്ടേയിരിക്കും. ക്രിക്കറ്റ് ആണെങ്കിൽ എനിക്ക് ബാറ്റിംഗ് തരാതെ കീപ്പറാക്കും. എന്നിട്ട് ബാറ്റ്സ്മാന്റെ ദേഹത്ത് കൊള്ളേണ്ട ബോളൊക്കെ എന്റെ ദേഹത്ത് കൊള്ളും. എന്നാൽ ഔട്ടാവോ അതും ഇല്ല. ചുമ്മാ ബാറ്റ് കൊണ്ട് തട്ടി തട്ടി കളിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇതിനെന്തിനാ വീശി എറിഞ്ഞത് ഹണി? ക്യാരറ്റിൽ ഒരുപാട് അയൺ ഉണ്ടാവും. അയ്യോ, അപ്പൊ കൊണ്ടില്ലേ? ഓക്കെ, കൊണ്ടില്ലെങ്കി വേണ്ട, കൊള്ളണ്ട. അതിപ്പോ അവിടെ വന്ന് കൊണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ.